ആകാശം മുട്ടെ പൊടിപടലങ്ങൾ ഉയർത്തി വിശാലമായ ഒരു സൈന്യം, നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെയും ഈജിപ്ത് മുതൽ മെസപ്പൊട്ടോമിയ വരെയുമുള്ള സൈന്യങ്ങളുടെ ഒത്തുചേരൽ. അതിൻ്റെ നേതൃത്വത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. കുർദുകൾ, തുർക്കികൾ, അറബികൾ, പേർഷ്യക്കാർ, ഈജിപ്തുകാർ, മുസ്ലിം ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അവർ വന്നു. 30,000-ലധികം വരുന്ന സൈനികർ. ഇവിടെയാണ് നാം കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. ഇനി പറയാനുള്ളത് വിധി നിർണായകമായ യുദ്ധത്തെക്കുറിച്ചാണ്. ദ ബാറ്റിൽ ഓഫ് ഹാറ്റിൻ. ഒരു യാത്രയിലായിരുന്നതുകൊണ്ട് ഈ അധ്യായം റെക്കോർഡ് ചെയ്യാൻ കുറച്ച് താമസം നേരിട്ടിട്ടുണ്ട്, ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഖുദ്സിന്റെ വിമോചനം സാധ്യമാക്കിയ ആ നിർണായക യുദ്ധത്തിന്റെ കഥയാണിത്. ഇത് മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കേൾക്കുമല്ലോ. ആ വലിയ സേനയുടെ വലതുഭാഗത്തായിട്ട് സലാഹുദ്ദീന്റെ അനന്തരവൻ തക്കിയുദ്ദീൻ സവാരി ചെയ്തു. ഒരിക്കൽ സ്വന്തം മകനെ മരണം ഉറപ്പായ യുദ്ധത്തിലേക്ക് പറഞ്ഞയച്ച ധീരനാണ് അയാൾ. ധൈര്യം അദ്ദേഹത്തിന്റെ സിരകളിലൂടെ ഒഴുകി. ഇടതുവശത്ത് കെയ്ക്ബൂരി, നീലച്ചെന്നായ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, ഇർബിലിലെ ഒരു യോദ്ധാവ്. അതോടൊപ്പം നിരവധി മദ്രസകളുടെയും സൂഫി ലോഡ്ജുകളുടെയും നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ സലാഹുദ്ദീന്റെ ശത്രുവായിരുന്നു കെയ്ക്ബൂരി, ഇന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി. സലാഹുദ്ദീനോടൊപ്പം ആ യുദ്ധത്തിൽ അണിചേർന്നത് യോദ്ധാക്കൾ മാത്രമായിരുന്നില്ല. അക്കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു, നിയമജ്ഞരുണ്ടായിരുന്നു. മഹാനായ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ശിഷ്യനായ ഹംബലി പണ്ഡിതൻ ഇബ്നു ഖുദാമ അവരിൽ പ്രമുഖനായിരുന്നു. ജീലാനി തങ്ങൾ ബീജാവാപം ചെയ്ത നവോത്ഥാനത്തിന്റെ വിജയ നിമിഷം കാണാനുള്ള അവസരം ഇബ്നു ഖുദാമയുടേതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ ഷാഫികളും ഹംബലികളും ബാഗ്ദാദിലെ തെരുവുകളിൽ പരസ്പരം പോരടിച്ചിരുന്നുവെങ്കിൽ ഇന്നവർ വ്യത്യാസങ്ങൾ മറന്ന് പട്ടാളക്കാരോടൊപ്പം മഹത്തായ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിനായി അണിചേർന്നിരിക്കുകയാണ്. അതായത് അത് വെറുമൊരു സൈന്യം മാത്രമായിരുന്നില്ല, ഐഡിയോളജിക്കലി കെട്ടുറപ്പുള്ള ഒരു സംഘമായിരുന്നു. ജെറൂസലേം വിമോചനം മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങിയ സംഘം. 1 നൂറ്റാണ്ട് നീളുന്ന വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഏകീകരണ ശ്രമങ്ങളുടെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു അത്. സലാഹുദ്ദീന് ആ സത്യം അറിയാമായിരുന്നു. ഈ അസാധാരണ സന്ദർഭത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടതുപോലെ അറിയാമായിരുന്നു. അതുപോലെ അത്തരമൊരു വലിയ സൈന്യത്തെ അധികകാലം കെട്ടുറപ്പോടെ ഒരുമിച്ച് നിർത്താൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം തന്റെ സഹയാത്രികനായ ഇബ്നു ഷദ്ദാദിനോട് ഇങ്ങനെ പറഞ്ഞു അത്രേ: ഞാൻ മരിച്ചാൽ ഈ പട്ടാളക്കാർ ഇനി വീണ്ടും ഇങ്ങനെ ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല. അതായത് ഈ ഒരു അവസരം തനിക്ക് നിർണായകമാണ്. ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധം. ഈ ബോധ്യം സലാഹുദ്ദീന് ഉണ്ടായിരുന്നു. ഇത്ര വലിയൊരു സൈന്യം കൂടെ ഉള്ളപ്പോൾ സാധാരണമായ ഒരു വിജയമല്ല, ഒരു ഡിസൈസീവായ യുദ്ധ വിജയമായിരുന്നു ആവശ്യം. അതിന് സഫൂരിയിലെ കോട്ടയുടെ ഉള്ളിൽ നിന്ന് ലാറ്റിൻ ജെറൂസലേമിന്റെ രാജാവ് ലൂസിഗ്നാനിലെ ഗയ്യെ ജെറൂസലേം സൈന്യത്തെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരണം, തരിശായ ഗലീലിയൻ സമതലങ്ങളിലേക്ക്. അവിടെ ഭൂമി തന്നെ സലാഹുദ്ദീന് ആയുധമായി മാറാം. മറിച്ച് ജെറൂസലേം സൈന്യം അച്ചടക്കത്തോടെ സഫൂരിയയിൽ തുടർന്നാൽ അവരെ സമ്പൂർണ്ണമായി തോൽപ്പിക്കുക സാധ്യമല്ല. അങ്ങനെ സലാഹുദ്ദീൻ തൻ്റെ കെണിയൊരുക്കി. 1187 ജൂലൈ 2 അദ്ദേഹത്തിന്റെ സൈന്യം ടിബിരിയാസ് കോട്ട ആക്രമിച്ചു. നഗരത്തിന്റെ ഗോപുരങ്ങളും കോട്ടവാതിലുകളും തകർത്ത് മുസ്ലിങ്ങൾ ഉള്ളിലേക്ക് ഒഴുകിയെത്തി. ആ കോട്ടയിൽ ട്രിപ്പോളിയിലെ റൈമണ്ടിന്റെ ഭാര്യ എസ്ചിവ ഉണ്ടായിരുന്നു. സലാഹുദ്ദീൻ ഈ വാർത്ത പ്രചരിക്കാൻ അനുവദിച്ചു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. ഫ്രാങ്കുകൾ ഈ ആക്രമണത്തെക്കുറിച്ച് അറിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നിട്ട് അവർ കോട്ട വിട്ട് അടുത്തുള്ള ടിബിരിയാസിലേക്ക് മാർച്ച് ചെയ്തു വരണം. സഫൂരിയയ്ക്കും ടിബിരിയാസിനുമിടയിലാണ് വരണ്ട ഇലീലിയൻ സമതലങ്ങളുള്ളത്. ആ രാത്രിയിൽ ഗയ്യുടെ കൂടാരത്തിൽ തർക്കം രൂക്ഷമായി. 100 കണക്കിന് നൈറ്റ് ടെംപ്ലേഴ്സ്, പ്രഭുക്കന്മാർ എല്ലാവരും ഒത്തുകൂടി. ആക്രമിക്കപ്പെട്ട കോട്ടയുടെ സഹായത്തിന് എത്തുക എന്നത് ജെറൂസലേം രാജാവിൻ്റെ കടമയായിരുന്നു.
പക്ഷേ ഒരു തെറ്റായ നീക്കം രാജ്യത്തെ നശിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ശാന്തനും സ്ഥിരചിത്തനുമായ ട്രിപ്പോളിയിലെ റെയ്മണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചു. അതൊരു കെണിയാണ്, അയാൾ പറഞ്ഞു. എൻ്റെ ഭാര്യ ആ മതിലുകൾക്കുള്ളിലാണ്. പക്ഷേ ഞാൻ പറയും, ആ നഗരം വീഴട്ടെ. മറ്റൊരു സമയത്ത് നമുക്കത് തിരിച്ചു പിടിക്കാം. ഇപ്പോൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്ത് ദുരന്തത്തിലേക്ക് നീങ്ങുന്നതിനേക്കാൾ നല്ലത് അതാണ്. റെയ്മണ്ട് കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ കീഴടക്കപ്പെടുന്ന കോട്ടയിൽ ഉണ്ട് എന്നോർക്കണം. പക്ഷെ റെയ്മണ്ടിന് അതിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നില്ല. കാരണം സലാഹുദ്ദീൻ തൻ്റെ പെരുമാറ്റങ്ങളിൽ എത്ര മാന്യനാണ് എന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് ശത്രുക്കൾക്ക് പോലും അറിയാവുന്ന കാര്യമായിരുന്നു. റെയ്മണ്ടിന്റെ വാക്കുകൾക്ക് ശേഷം നിശബ്ദത പരന്നു. ഒടുവിൽ തങ്ങൾ സഫൂരിയിലെ കോട്ടയ്ക്കുള്ളിൽ തന്നെ തുടരുമെന്ന് രാജാവായ ഗൈ പ്രഖ്യാപിച്ചു. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ലാറ്റിൻ രാജ്യത്തിന് അത് ഗുണകരമാവുമായിരുന്നു. പക്ഷേ രാത്രി കാര്യങ്ങൾ മാറിമറിഞ്ഞു. രണ്ടുപേരാണ് രാജാവിനെ സ്വാധീനിച്ചത്. ചാറ്റ്ലോണിലെ റെയ്നാൾഡ്, റെയ്ഡ്ഫോർട്ടിലെ ജെറാൾഡ്. ഇരുവരും അക്രമോത്സുകമായ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരായിരുന്നു. അവർ രാജാവിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഭാര്യ കുടുങ്ങിക്കിടക്കുമ്പോഴും റെയ്മണ്ട് എന്തുകൊണ്ടാണ് ഇത്ര ശാന്തനായിരിക്കുന്നത്? അവർ ചോദിച്ചു. സലാഹുദ്ദീനുമായി അയാൾ ഇനി സഖ്യത്തിലാണോ? ഇതൊരു വഞ്ചനയാണോ? വെറും 10 മൈൽ അകലെയുള്ള ടിബിരിയാസിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത രാജാവിന് ആളുകൾ എന്ത് ബഹുമാനമാണ് നൽകുക? അവർ മന്ത്രിച്ചു. പുലർച്ചയോടെ ലൂസിഗ്നാനിലെ ഗൈ, ജെറൂസലേം രാജാവ്, തൻ്റെ മനസ്സ് മാറ്റി. കാഹളം മുഴങ്ങി. ഉണർന്നെഴുന്നേറ്റ ഫ്രാങ്കിഷ് പടയാളികൾക്ക് പുതിയൊരു ആജ്ഞയാണ് ലഭിച്ചത്. ടിബിരിയാസിലേക്ക് മാർച്ച് ചെയ്യുക. പുലർച്ചെ സലാഹുദ്ദീൻ ടിബിരിയാസിന് പുറത്ത് സുബഹി നിസ്കാരത്തിനിടയിലാണ് ദൂതന്മാർ വരുന്നത്. ഗൈ ചൂണ്ടയിൽ കുത്തിയിരിക്കുന്നു. അവർ കോട്ട വിട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അത് സംഭവിക്കുമെന്ന് സലാഹുദ്ദീന് കുറഞ്ഞ പ്രതീക്ഷ മാത്രമേ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ജെറൂസലേമിന്റെ സൈന്യം നീങ്ങിത്തുടങ്ങി. ദൂതൻ പറഞ്ഞു. സലാഹുദ്ദീൻ തന്റെ കുതിരയെ കാഫർ സാപ്റ്റിലേക്ക് ഓടിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിന് അത് സ്വയം കാണാൻ കഴിഞ്ഞു. സമതലത്തിലൂടെ 3 വലിയ നിരകൾ മുന്നേറുന്നു. മുന്നിൽ ട്രിപ്പോളിയിലെ റെയ്മണ്ട്, മധ്യത്തിൽ രാജാവായ ഗൈ, പിന്നിൽ നൈറ്റ് ടെംപ്ലേഴ്സുമാരുമായി ഇബലിനിലെ ബാലിയൻ. ദൂരെ നിന്ന് അവർ പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണ്. സലാഹുദ്ദീൻ തന്റെ കമാൻഡർമാരായ തക്കിയുദ്ദീൻ, ക്യുക്ബുരി എന്നിവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതാണ് അവസരം. ഈ യുദ്ധത്തോടെ എല്ലാം തീരുമാനിക്കപ്പെടും. ഈ യുദ്ധത്തിന്റെ കഥ പറയുമ്പോൾ പൊതുവെ കുരിശുയോദ്ധാക്കൾ യാത്രയിൽ പല അപശകുനങ്ങളും കണ്ടതായി ചരിത്രകാരന്മാർ പറയാറുണ്ട്. മാർച്ച് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാൻ വിസമ്മതിച്ച കുതിരകളെക്കുറിച്ച്, ഫ്രാങ്കുകളുടെ സൈന്യത്തെ ശപിക്കുന്ന ഒരു ഭ്രാന്തിയായ സ്ത്രീയെ അവർ കണ്ടുമുട്ടിയതിനെക്കുറിച്ച്. എന്നാൽ ഇവയൊക്കെ യുദ്ധത്തിന്റെ പരിണിതി അറിഞ്ഞ ശേഷം രചിക്കപ്പെട്ട പിൽക്കാല കഥകൾ മാത്രമായിരിക്കണം. കാരണം ആ സമയത്ത് കുരിശുദ്ധക്കാർ തങ്ങൾ മരണത്തിലേക്ക്, പരാജയത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അവർ തങ്ങൾക്ക് വ്യക്തമായ ഒരു യുദ്ധ പദ്ധതി ഉണ്ടെന്നാണ് വിചാരിച്ചത്. പുലർച്ചയോടെ സൈന്യം ഏതാണ്ട് 5-6 മണിക്കൂർ യാത്ര പിന്നിട്ടിരുന്നു. ഉയർന്ന ചൂടിൽ കവചങ്ങളുടെ ഉള്ളിൽ അവരുടെ ചർമ്മങ്ങൾക്ക് പൊള്ളലേറ്റു. അവരുടെ തൊണ്ട വരണ്ടു. വെള്ളത്തിനായി അവർ കുതിച്ചു. ഗൈ രാജാവ് അവരെ കിഴക്കോട്ട് വാദി റുമ്മാനിയിലേക്ക് നയിച്ചു. മുന്നിൽ തുറാൻ പർവ്വതം, അതിനടുത്തായി ഒരു നീരുറവയുണ്ട്, വിലയേറിയ ജലം, അതിനപ്പുറം ഒരു യുദ്ധക്കളമായി വർത്തിക്കാൻ കഴിയുന്ന ഒരു തുറന്ന താഴ്വര. ഗൈ കണക്കുകൂട്ടിയത് ഇതാണ്. സലാഹുദ്ദീന്റെ ആളുകൾ മലയിടുക്കുകൾ പിടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരുപക്ഷെ അവരെ താഴേക്ക് വരാൻ പ്രേരിപ്പിച്ചാൽ, അതിന് കഴിഞ്ഞാൽ, അവർ ഇറങ്ങുന്ന വഴിയിൽ അവരെ ചരിവിൽ ആ മലയിടുക്കുകൾക്ക് എതിരിൽ ബാലൻസ് ചെയ്യാൻ കഴിയാത്ത ആ നിലയിൽ അവസരത്തിൽ തകർത്ത് കളയാം. ഇനി സലാഹുദ്ദീൻ ഇറങ്ങി വരാൻ വിസമ്മതിച്ചാലോ ആ സമയം കൊണ്ട് നീരുറവയിലേക്ക് ചെന്നെത്താം. ഏത് വിധേനയും പോരാട്ടം തനിക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. അത് അപകടകരമായ ഒരു പദ്ധതിയായിരുന്നു, എങ്കിലും അത് നല്ലൊരു സ്ട്രാറ്റജി കൂടിയായിരുന്നു. സലാഹുദ്ദീന്റെ സൈന്യത്തിന്റെ വലിപ്പമാണ് ഗൈയുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചു കളയുന്നത്.
ഉച്ചയോടെ ആ സത്യം വ്യക്തമായി തുടങ്ങി. സലാഹുദ്ദീന്റെ സൈന്യം പ്രതീക്ഷിച്ചതിലും ഏറെ വലുതായിരുന്നു. വളരെ വളരെ വലുത്. അതുകൊണ്ട് തന്നെ ഗൈ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. സലാഹുദ്ദീന്റെ സൈന്യം അമ്പുകൾ മഴ പോലെ വർഷിച്ചു. കുതിരകളുടെ അലർച്ച. ഫ്രാങ്കുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കൗണ്ട് റെയ്മണ്ട് ഭയാനകമായ ആ വാർത്ത കേട്ടു. സേനയുടെ പിൻഭാഗം സമ്മർദ്ദത്തിൽ തകരുകയാണ്. മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ രാത്രിയായാലും തങ്ങൾക്ക് ടിബീരിയസിൽ എത്താൻ കഴിയില്ല. ആ നിരാശാജനകമായ വേളയിൽ അവർ തീരുമാനമെടുത്തു. ഇടത്തേക്ക് തിരിഞ്ഞ് വെറും 4 മൈൽ അപ്പുറമുള്ള ഹാറ്റിനിലെ നീരുറവകളിലേക്ക് നീങ്ങുക. അവിടെ എത്താൻ കഴിഞ്ഞാൽ അവർക്ക് വെള്ളം ലഭിക്കും. ഇതിനകം ദാഹിച്ചു വലഞ്ഞ സൈന്യത്തിന് അതൊരു പ്രതീക്ഷ നൽകും. തെക്കൻ കുന്നുകളിൽ നിന്ന് സലാഹുദ്ദീന് മികച്ച കാഴ്ച ലഭിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തൽക്ഷണം ആ ദിശാമാറ്റം മനസ്സിലാക്കി. ഉടനെ തന്നെ സലാഹുദ്ദീൻ നീരുറവകളിൽ നിന്ന് അവരെ തടയാൻ തക്കിയുദ്ദീനെ നിയോഗിച്ചു. അതോടൊപ്പം പിന്നിൽ നിന്ന് ഫ്രാങ്കുകളെ വളയാൻ അദ്ദേഹം ക്യൂക്ബൂരിയോടും ഉത്തരവിട്ടു. കെണി ഒരർത്ഥത്തിൽ മുറുകുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് റെയ്മണ്ടിന് മനസ്സിലായി. വേഗത കൂട്ടാൻ അയാൾ തന്റെ പടയാളികളോട് വിളിച്ചു പറയുകയാണ്. പക്ഷേ ഏതാണ്ട് വൈകിപ്പോയിരുന്നു. കുന്നിൻ ചെരുവുകളിൽ നിന്ന് ഒരു പൊട്ടിത്തെറി പോലെ സലാഹുദ്ദീന്റെ സൈന്യം കുതിച്ചു വന്നു. ബാനറുകൾ മിന്നിമറഞ്ഞു. ഡ്രമ്മുകൾ മുഴങ്ങി. സമതലത്തിലൂടെ ഇടിമുഴക്കം പോലെ തക്ബീർ ധ്വനികൾ മുഴങ്ങി. തങ്ങളെ ചുറ്റുന്ന ക്യൂക്ബൂരിയുടെ ചിറകുകൾ അരിഞ്ഞ് പുറത്തു കടക്കാൻ നൈറ്റ് ടെംപ്ലേഴ്സ് ആഗ്രഹിച്ചു. ഉരുക്കിനെ ഉരുക്ക് നേരിട്ടു. പക്ഷേ അതിർത്തി ഭേദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പുരുഷുദ്ധക്കാർ കുടുങ്ങിപ്പോയി. കുന്നുകൾക്ക് മുകളിൽ സലാഹുദ്ദീന്റെ സൈന്യം, പിന്നിൽ ക്യൂക്ബൂരിയും സൈന്യവും, നീരുറവയുടെ വഴിയിൽ തക്കിയുദ്ദീനും മറ്റു സേനാനികളും. മരുഭൂമിയിലെ കത്തിയെരിയുന്ന സൂര്യന് കീഴിൽ വെള്ളമില്ലാതെ അവർ കുടുങ്ങി. അവിടെ തുടർന്നാൽ ദാഹം കൊണ്ട് മരിക്കും. അവിടെ നിന്ന് നീങ്ങാൻ ശ്രമിച്ചാലോ വാളുകൊണ്ട് മരിക്കും. പിന്നെ ഏറ്റവും മോശം തീരുമാനം ഗൈ കൈക്കൊണ്ടു. സൈന്യം അവിടെ തമ്പടിക്കുക. തരിശുഭൂമിയുടെ നടുവിൽ. സത്യത്തിൽ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അതറിഞ്ഞ് റെയ്മണ്ട് നിലവിളിച്ചു അത്രേ, അയ്യോ ദൈവമേ, യുദ്ധം ഇതാ അവസാനിച്ചു. നമ്മൾ മരണത്തിന് ഒറ്റിക്കൊടുക്കപ്പെട്ടു. നമ്മുടെ രാജ്യം ഇതാ നഷ്ടപ്പെടുന്നു. രാത്രി വന്നു. 2 സൈന്യങ്ങളുടെയും മേൽ ഇരുട്ട് വന്ന് മൂടി. ഇരുട്ടിലൂടെ അവർ ഇടയ്ക്കിടെ പരസ്പരം അമ്പുകൾ വർഷിച്ചു. ക്രിസ്ത്യൻ സൈന്യം പ്രതീക്ഷ അറ്റ നിലയിലായിരുന്നു. മുസ്ലിങ്ങൾ ആട്ടിൻതോലുകളിൽ ധാരാളമായി ജലം ഹാറ്റിനിലെ നീരുറവകളിൽ നിന്ന് ശേഖരിച്ചു. ഒട്ടകങ്ങളിൽ അത് സൈനികർക്ക് വിതരണം ചെയ്തു. ഫ്രാങ്കുകളാവട്ടെ ആ സമയം ദാഹത്താൽ വലഞ്ഞു. സലാഹുദ്ദീൻ ഉറങ്ങിയില്ല. അസ്വസ്ഥനായി അദ്ദേഹം എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചു. പുലരുമ്പോൾ ഫ്രാങ്കുകൾ അവസാനത്തെ ആക്രമണത്തിന് മുതിരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അവർ നീരുറവകളിലേക്ക് എത്തിയാൽ ഒരു സമ്പൂർണ്ണ വിജയം അസാധ്യമാവും. അദ്ദേഹം ജാഗരൂകനായി. ജൂലൈ 4-ാം തീയതി പ്രഭാതം പൊട്ടി വിടർന്നു. ഫ്രാങ്കുകൾ എഴുന്നേറ്റ് യുദ്ധത്തിനായി അണിനിരന്നു. അവർ പാതി മരിച്ചവരെ പോലെ ആടി ഉലഞ്ഞു. അവരുടെ കണ്ണുകളിൽ രക്തം പുരണ്ടിരുന്നു. സലാഹുദ്ദീൻ ഒരു പുതിയ ഉത്തരവ് നൽകി. കുന്നിൻ ചെരുവിലെ ഉണങ്ങിയ കുറ്റിക്കാടുകളിൽ തീ കൊളുത്തുക. കാറ്റിൽ ആ തീയും പുകയും ഫ്രാങ്കിഷ് സൈന്യങ്ങളുടെ നേർക്ക് ആഞ്ഞടിച്ചു. ശ്വാസം മുട്ടിക്കുന്ന ചാരം കലർന്ന പുക, ദാഹം, ആശയക്കുഴപ്പം, ഭയം. ലാറ്റിൻ ജെറൂസലേമിന്റെ സൈന്യം തകർന്നു തുടങ്ങി. കാലാൾപ്പടയാണ് ആദ്യം വീണത്. ഹാറ്റിനിലെ പാറക്കെട്ടുകളിൽ അവർ ഇടറി വീണു. കാലാൾപ്പടയില്ലാതെ നൈറ്റ്സ് തുറന്ന ലക്ഷ്യങ്ങളായി തീർന്നു. മുസ്ലിം കുതിരപ്പടയാളികൾ അവരുടെ കുതിരകളെ ഒന്നൊന്നായി വെട്ടിവീഴ്ത്തി. കവചിതരായ സൈനികർ താഴെ പൊടിയിൽ വീണ് മുങ്ങി. ട്രിപ്പോളിയിലെ റെയ്മണ്ട് മനസ്സിലാക്കി, യുദ്ധം തങ്ങൾ പരാജയപ്പെടുകയാണ്. അദ്ദേഹം തന്റെ നൈറ്റ്സിനോട് അവസാന ശ്രമമെന്ന നിലയിൽ നേരിട്ട് തക്കിയുദ്ദീനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ തക്കിയുദ്ദീന്റെ അണികൾ അവരെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി. റെയ്മണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം നാണക്കേട് മൂലം ഹൃദയം തകർന്നു മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തത് ഗൈയുടെ ഊഴമായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റുമുള്ള പ്രഭുക്കന്മാർ മരണം വരിക്കാൻ തയ്യാറായവരെ പോലെ ധീരമായി പോരാടുക തന്നെ ചെയ്തു. 2 തവണ അവർ വളരെ ശക്തമായി ആക്രമണം നടത്തി സലാഹുദ്ദീന്റെ കൂടാരത്തിന് അരികിൽ വരെ എത്തി. അവരെ വീഴ്ത്തിയ ശേഷം സലാഹുദ്ദീന്റെ മകൻ അഫ്ദൽ തന്റെ പിതാവിനെ ആ വാർത്ത അറിയിക്കുമ്പോൾ
അദ്ദേഹം പറഞ്ഞു. ആ കൂടാരത്തിലേക്ക് അദ്ദേഹം കൈ രാജാവിന്റെ ദൂരെയുള്ള ചുവന്ന കൂടാരം ചൂണ്ടി പറഞ്ഞു, ആ കൂടാരം വീഴുന്നത് വരെ വിജയം നമ്മുടേതല്ല. തുടർന്ന് സലാഹുദ്ദീന്റെ സേന രാജാവിന്റെ കൂടാരത്തിന് നേരെ കുതിച്ചു. അത് ആക്രമിച്ച് തകർത്തു. ലൂസിഗ്നാനിലെ ഗൈ തന്റെ വാള് താഴെയിട്ടു. തല താഴ്ത്തി മുട്ടുകുത്തി അയാൾ കീഴടങ്ങി. ജെറൂസലേം രാജ്യം അവസാനിച്ചു. മുസ്ലിം സൈന്യം ഉച്ചത്തിൽ വിജയാഘോഷം മുഴക്കി. പ്രാർത്ഥനയോടെ അവർ കൈകൾ ഉയർത്തി. സലാഹുദ്ദീൻ കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങി. അദ്ദേഹം ഭൂമിയിലേക്ക് സുജൂദിൽ വീണു. അള്ളാഹുവിന് നന്ദി പറഞ്ഞു. ഹാറ്റിൻ യുദ്ധം ഒരു വഴിത്തിരിവായിരുന്നു. ക്ഷമയും തന്ത്രവും വിശ്വാസവും സമന്വയിക്കുന്ന ഒരു വലിയ യുദ്ധതന്ത്രത്തിന് ഉദാഹരിക്കാവുന്ന ഒരു മാസ്റ്റർ പീസ് കൂടിയായിരുന്നു. സലാഹുദ്ദീൻ തന്റെ ശത്രുവിനെ താൻ ആഗ്രഹിക്കുന്ന സമയത്ത്, താൻ ആഗ്രഹിക്കുന്ന ഇടത്ത്, താൻ ആഗ്രഹിച്ച നിലയിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു. ആ സ്ട്രാറ്റജിയിലാണ് അദ്ദേഹം വിജയം വരിച്ചത്. ആ വിജയത്തോടെ അദ്ദേഹം ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. ഹാറ്റിൻ യുദ്ധത്തിന്റെ ബാക്കി പത്രം എന്തായിരുന്നു? അതാണ് നാം അടുത്ത ഭാഗത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. വീണ്ടും കാണാം.